ഇപ്പോൾ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ്. നമുക്കറിയാം, ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ പാർട്ടിയുടെ ബജറ്റിൽ പ്രതിധ്വനിക്കുന്നത് അവരുടെ പ്രകടന പത്രിക തന്നെയാണ്. ഞങ്ങൾ 600 കാര്യങ്ങളാണ് 2016 പ്രകടന പത്രികയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ ഇവിടെ പങ്കെടുക്കുന്ന മറ്റു പ്രതിനിധികൾക്കും അനുഭവം ഉണ്ടല്ലോ. 5 പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. 600ൽ 590 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. 2021 ഞങ്ങളുടെ പ്രകടന പത്രിക ഇറങ്ങുമ്പോൾ അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് എഴുതി 600ൽ 590 ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു, 10 എണ്ണം പെൻഡിംഗ് ആണ് എന്ന് എഴുതിക്കൊണ്ട് തന്നെയാണ് 2021 പ്രകടന പത്രിക ഇറക്കിയത്. അവിടെ 4 പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നു. ആ ബജറ്റിൽ പ്രതിഫലിച്ചു വരുന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ തന്നെയാണ് മറ്റു രൂപത്തിൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ പ്രതിഫലിച്ചു വരുന്നത്. അപ്പൊ പൂർത്തീകരിച്ച് മുന്നേറാം. ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് 5 ലക്ഷം ലൈഫ് പദ്ധതിയുടെ വീട് സമർപ്പിക്കുന്നതിന്റെ 5 ലക്ഷം കടക്കുന്നതിന്റെ ഒരു ഉദ്ഘാടനം വരുന്ന ആഴ്ച മുഖ്യമന്ത്രി നടത്താൻ പോകുകയാണ്. 5 ലക്ഷം വീട് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ബജറ്റിൽ ഞങ്ങൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പണത്തിന്റെ കൃത്യമായിട്ടുള്ള കണ്ടെത്തലും വിനിയോഗവും നടന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്കറിയാം, ഓരോ സ്കൂളുകൾ 600ഓളം സ്കൂൾ കെട്ടിടങ്ങൾ പുതുതായി പണിതത്, ആശുപത്രികൾ, കൃത്യമായി വസ്തുതകളും എണ്ണവും നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ഇത്ര ഞങ്ങൾ പണിതിരിക്കുന്നു, അതിന് ഇത്ര മുടക്കിയിരിക്കുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളും റോഡും മേൽപ്പാലങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ചില ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് വന്നു എന്ന് പറഞ്ഞ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാടെ ഇതെല്ലാം തെറ്റായ കണക്കാണ് എന്ന് ധ്വനിപ്പിക്കരുത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല, എന്നിരുന്നാലും അത് അടുത്ത ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടും മറ്റു തരത്തിലും അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. ഇത് കൃത്യമായിട്ട് ഇച്ഛാശക്തിയോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. 2ാമത്തെ കാര്യം, ഈ ബജറ്റിൽ വരുന്ന ഇൻകവും എക്സ്പെൻഡിച്ചറും അതിന്റെ വ്യത്യാസം വെച്ചുകൊണ്ട് വൻകിട വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കിഫ്ബിയെ നമ്മൾ ആശ്രയിച്ചത്. പക്ഷേ കിഫ്ബിയുടെ പ്രവർത്തനത്തെ പോലും അതിൽ ചെലവാകുന്ന തുക കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തി GDPയുടെ 3% എല്ലാ സംസ്ഥാനങ്ങൾക്കും എടുക്കാം എന്ന സാഹചര്യമുള്ളപ്പോഴും അതിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുറച്ച സാഹചര്യവും ഇപ്പോഴും അതിനൊരു പരിഹാരം കാണാത്തതും, നമ്മൾ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തുന്നതും, സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ മെറിറ്റ് ഉണ്ട്, അത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് പെൻഡിങ് നിൽക്കുന്നതും, ആ ഘട്ടത്തിലൊന്നും UDF ഇതിനൊരു പിന്തുണ കൊടുക്കാത്തതും, മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് അടക്കമുള്ള ഗവൺമെന്റുകൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഞങ്ങൾക്കാകാവുന്ന സഹായം ഞങ്ങൾ അവിടെ ചെയ്യുമ്പോഴും ഇവിടെ മുഖം തിരിച്ച സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള A പ്ലാനും B പ്ലാനും എല്ലാം കൃത്യമായി നടപ്പാക്കി തന്നെയാണ് ഗവൺമെന്റ് പോകുന്നത്. 2ാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ എന്നതാണ്. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ 110 സീറ്റിൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 121 സീറ്റിൽ ഞങ്ങൾ പിന്നിലായിരുന്നു. 121, 19 സീറ്റിൽ മാത്രമേ ഞങ്ങൾ മുന്നേറിയുള്ളൂ. അപ്പൊ ആ ശതമാനവും വോട്ടിംഗ് ശതമാനവും ഒക്കെ എടുത്ത് പരിശോധിക്കുക. 33% വോട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ 49.97% വോട്ടായിട്ട് മാറി. UDFനാണ് ഈ 2.5% വോട്ട് കുറഞ്ഞു, BJPക്ക് 3.5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 6% വോട്ട് കൂടി. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മിനി ബജറ്റിന്റെ അടക്കം ഉൾപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഫലനം ഇല്ലായിരുന്നു എന്ന് വിലയിരുത്തേണ്ടതില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച നേട്ടം കിട്ടിയിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ 57 സീറ്റിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന തരത്തിലാണ് പൊളിറ്റിക്കൽ വോട്ട് മാറിയത്. ഇപ്പോ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, കാരണം തുടർച്ച വേണം. ഇപ്പൊ ബഹുമാനപ്പെട്ട CP ജോൺ പറഞ്ഞത് 3-4 മാസം മാത്രമുള്ള ഗവൺമെന്റ് എങ്ങനെ ഇത്തരത്തിലൊരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കും? പ്രതിപക്ഷ നേതാവ് പറയാണ് ഇതൊക്കെ ഒരു പ്രസക്തമല്ല, ഞങ്ങൾ ഇനി പുതിയ ബജറ്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ ഭാഷയാണ്. ഇത് 2021 തോമസ് ഐസക് 5ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഇതേ വാചകം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു. അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞെങ്കിൽ ഇന്ന് ശ്രീ VD സതീശനാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾക്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.